ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. ഞങ്ങളെല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് പോത്തീസിലോട്ടാണ് പോകുന്നത്. അമ്മയ്ക്ക് സാരി എടുക്കുക എന്നതാണ് മെയിൻ ലക്ഷ്യം. ഞാനിപ്പോൾ എടുക്കുന്നില്ല ഡ്രസ്സ്. അമ്മയ്ക്കും ചേച്ചിയുടെ മോനും കുഞ്ഞിനും വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അവൾ കാറി കയറിയാൽ ഒരു നേരം അടങ്ങിയിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പൊതുവേ വൈകിട്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഹെഡേക്കിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് വെയിലത്ത് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൺലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളൊക്കെ എങ്ങനെയാണ്? രാവിലെ ആണോ, ഉച്ചയ്ക്കാണോ, വൈകിട്ടാണോ യാത്ര ചെയ്യാൻ താല്പര്യം? എന്നെപ്പോലെ ഹെഡേക്ക് സണ്ണുമായിട്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഈവനിങ് ഇറങ്ങുമ്പോൾ തന്നെ നോർമലി എപ്പോഴത്തെ പോലെ ബ്ലോക്കായിരുന്നു. ഇങ്ങനെ ബ്ലോക്കിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങനെ ലാസ്റ്റ് ട്രിവാൻഡ്രം സെൻട്രൽ എത്തി. അതിൻ്റെ അടുത്താണ് പോത്തീസ്. അങ്ങനെ പോത്തീസ് എത്തി ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോത്തീസിൻ്റെ അകത്ത് കയറി. ഫസ്റ്റ് അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാരി നോക്കിയിട്ടാണ് പോയത്. ആക്ച്വലി ഇപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് വർഷം മുന്നേ വന്നിട്ടുള്ള എനിക്ക് 2 years ആയ കാലം ഞാൻ പോത്തീസിൽ വന്നിട്ട്. സാരി ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പേസ്റ്റൽ കളേഴ്സ് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. മുമ്പൊക്കെ ഭയങ്കര കളർഫുള്ളായിരിക്കും ഇവിടെ സാരീസൊക്കെ. പക്ഷേ ഇപ്പോൾ നല്ല ചുരിദാർ മെറ്റീരിയൽസും സാരീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. എൻ്റെ കുട്ടിക്കുറുമ്പി എന്നത്തെ കാലം നല്ല ബഹളമായിരുന്നു. അമ്മയുടെ കയ്യിൽ മാത്രമേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ രാത്രിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ചിന്ത എവിടെ നിന്ന് കഴിക്കുമെന്നായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു പാനിപ്പൂരി, ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. അവിടെ നിന്ന് ചിക്കൻ പക്കോട, പാനിപ്പൂരി, പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡും ഉണ്ട്. അപ്പോൾ അത് 3 ആണ് കഴിച്ചത്. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റ, ബൈ ബൈ.